കൊല്ലപ്പെട്ട ലത്തീഫിന്റെയും സാജിദയുടെയും വീട്ടിൽ നിന്ന് ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട്. ദിലീപ്, ഈ കൊലപാതകം നടക്കുമ്പോൾ ഇതിൽ സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോഴും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് ഈ പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒക്കെ കൊന്നത് എന്നത്? പ്രത്യേകിച്ച് ഒരു ഫോൺ കോൾ വരുന്നു ഈ അഫാന്റെ ഫോണിലേക്ക് ലത്തീഫിന്റെ, അതിനുശേഷം നടക്കുന്ന ഈ കൊല, ഇതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ തന്നെ അഫാൻ നേരത്തെ നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആ വീട്ടിലുള്ള ഒരു സാഹചര്യം എന്താണ് ദിലീപ്? റോഷ്നി, പലവിധ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളവരും ചോദിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ആർക്കും പറയാൻ സാധിക്കുന്നില്ല. ഒരു സാക്ഷികളോ അല്ലെങ്കിൽ സാക്ഷിമൊഴികളോ ഒന്നും തന്നെയില്ല. ഇതിന് ഒന്നുകിൽ പ്രതി ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. പോലീസ് നേരത്തെ നമ്മൾ ദക്ഷിണ മേഖല IG-യോടക്കം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രതി ചികിത്സയിലാണ്. അതിനുശേഷം പ്രതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്ത് ഈ വീട്ടിൽ, അതായത് ഞാൻ നിൽക്കുന്ന SN പുരത്തെ അബ്ദുൽ ലത്തീഫിൻ്റെയും സാജിദ ബീഗത്തിൻ്റെയും വീട്, അതായത് പ്രതിയായ അഫാൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് ഈ വീട്. ഈ വീട്ടിൽ എത്തിയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇത് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട്, അതായത് അഫാൻ്റെ പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം വീട്ടിലെത്തി ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ മുത്തശ്ശിയുടെ മാല പണയം വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഫാൻ വീട്ടിൽ ബഹളമുണ്ടാക്കുകയും ആ സാഹചര്യത്തിൽ മാല വെല്ലിപ്പയുടെ കയ്യിലാണ് കൊടുത്തതെന്ന് അഫാൻ്റെ ഉമ്മ അഫാനോട് പറയുകയും ചെയ്തു. ഇത് രണ്ടും ഇതിൻ്റെ ഒരു വൈരാഗ്യമായി അഫാൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഇന്നലെ അമ്മയെ അടിച്ചു വീഴ്ത്തി അതിനുശേഷം മുത്തശ്ശിയെ കൊലപ്പെടുത്തിയതിൻ്റെ ആ സമയത്ത് ഇദ്ദേഹം ഫോണിൽ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായ ഒരു തെളിവുകളോ വിവരങ്ങളോ ലഭിച്ചിട്ടില്ല. പറയുന്നത് ഈ അബ്ദുൽ ലത്തീഫ് അഫാനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്താണ് അബ്ദുൽ ലത്തീഫിനെ കാണാനായി അഫാൻ ഈ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ കൃത്യസമയം പോലും ഇവിടെ വ്യക്തമായിട്ടില്ല. പോലീസ് അടക്കം പറയുന്ന സമയം പോലും വ്യക്തമായിട്ടില്ല. അങ്ങനെ അഫാൻ ഈ വീട്ടിലെത്തുകയും ഇവിടെ ആദ്യം സെറ്റിയിലിരുന്ന സോഫ സെറ്റിയിൽ ഇരിക്കുകയായിരുന്ന അബ്ദുൽ ലത്തീഫിൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു. പിന്നീടാണ് അടുക്കളയിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സാജിദ ബീഗത്തെ മർദ്ദിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിൽ ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഇരുവർക്കും ഏറ്റത് എന്നാണ്. 20 മുറിവുകളാണ് ഈ അബ്ദുൽ ലത്തീഫിൻ്റെ തലയ്ക്കും ശരീരത്തിലുമായിട്ടുണ്ടായത്. ഈ സാജിദ ബീഗത്തിൻ്റെ തലയിൽ അതായത് ഒരു ദ്വാരം വീണമെന്നാണ് ഇപ്പോൾ പോലീസുകാരൻ പറഞ്ഞത്. ഒരു പോലീസുകാരൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സർവീസിൽ ആദ്യമായിട്ടാണ് ഇത്തരം ക്രൂരമായ ഒരു കൊലപാതകം കാണുന്നതെന്ന്. ഒരു 23-കാരൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ സംഭവം ഈ വീടിൻ്റെ സെറ്റിയിലടക്കം വലിയ തോതിൽ ബ്ലഡ് തളം കെട്ടിക്കിടക്കുകയായിരുന്നു. അടുക്കളയിലും ഇത്തരത്തിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നത് നമ്മൾക്ക് കാണുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ പോലീസുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നെടുമങ്ങാട് DYSP കാര്യമായി പറഞ്ഞത് ഇദ്ദേഹം ലഹരിയിലായിരുന്നു എന്നാണ്. ലഹരിയിലായത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എന്ത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചു എന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതിന് അഫാൻ്റെ രക്തം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അഫാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, മദ്യം കഴിച്ചു എന്ന് പറയുമ്പോഴും പോലീസിന് വലിയ തോതിലുള്ള സംശയങ്ങളുണ്ട്. ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിന് കൃത്യമായി അറിയേണ്ടത് എന്തിന് നടത്തിയത്, അതായത് ഈ ആഭരണങ്ങൾ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ, ആദ്യം നടത്തിയ അമ്മയുടെ മാതാവിൻ്റെത്, മുത്തശ്ശിയുടേത്, പിന്നീട് വന്നത് മൂന്നാമത്തെ അറ്റാക്കിംഗ് ആണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഇതിന് ശേഷമാണ് പെൺസുഹൃത്തിനെ കൂട്ടിവരികയും പെൺസുഹൃത്തിനെയും അനിയനെയും മർദ്ദിക്കുന്നതും കൊലപ്പെടുത്തുന്നതും പിന്നീടാണ്. ഇത് മൂന്നാമത്തെ അറ്റാക്കായിരുന്നു. അത് ആദ്യം നടത്തിയത് സ്വന്തം അമ്മയെയും പിന്നെ മുത്തശ്ശിയെയും പിന്നീടാണ് ഈ വീട്ടിലേക്ക്. SN പുരവും ഈ വീടും തമ്മിൽ ഏകദേശം 20 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഇത്രയും കൃത്യം നടത്തിയതിന് ശേഷം അതേ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് 20 കിലോമീറ്ററിലധികം ബൈക്കെടുത്ത് താണ്ടി ഒരു സുഹൃത്തിനെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ എന്തിനിവിടെ വന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതായത് സഫാൻ പറഞ്ഞത്, മച്ചാനെ എനിക്കൊരു ഒപ്പിടാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് പോലീസുകാരനോട് പറഞ്ഞത് ഞാൻ 6 പേരെ തട്ടിയിട്ടാണ് വരുന്നതെന്ന്. പോലീസുകാരൻ വിചാരിച്ചു ലഹരിയിൽ പറയുകയാണ് എന്നാണ് പോലീസുകാരൻ ആദ്യം കരുതി. പിന്നീടാണ് ഈ കാര്യത്തിൻ്റെ ഗൗരവം പോലീസുകാർക്ക് വരെ മനസ്സിലാകുന്നത്. പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിലും പരിശോധനയിലും ഇത്രയും വലിയ ഒരു കൊലപാതകം നടത്തിയ ശേഷം വളരെ കൂളായി സിമ്പിളായി വന്ന് പറയുന്നു 6 പേരെ തട്ടി എന്ന് പറയുന്നു. സർവീസിലുണ്ടായിരുന്ന പോലീസുകാരടക്കം ഇതിൻ്റെ പേരിൽ വലിയ പേടി, അതായത് പേടിച്ചു പോയി, അമ്പരന്ന് പോയി എന്നുള്ള കാര്യങ്ങളാണ് പോലീസുകാരും വിശദീകരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ
ഇവിടെ മൃതദേഹം ലത്തീഫിൻ്റെയും സാജിദ ബീഗത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിൽ കൊണ്ടുവരും. ഇവിടെ അരമണിക്കൂർ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും നിരവധി ആളുകൾ, നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം, നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഈ മൃതദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ. അതായത് ഈ അബ്ദുൽ ലത്തീഫിന് നിരവധി സുഹൃത്തുക്കളുണ്ടായിരുന്നു, പള്ളിയുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. അങ്ങനെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയപ്പിച്ചുകൊണ്ട് ആ ഭാഗത്ത് നിന്നടക്കം ആളുകൾ ഇങ്ങോട്ട് എത്തും. ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അരമണിക്കൂർ പൊതുദർശനം ഇവിടെ ഉണ്ടാകും. അതിനുശേഷമാണ് പാലോടുള്ള പാങ്ങോട് ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കം ഉണ്ടാകുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ രണ്ട് മൃതദേഹങ്ങൾ കൊണ്ടുവരും. രണ്ട് മൃതദേഹങ്ങൾ ഇവിടെ തന്നെയായിരിക്കും പൊതുദർശനത്തിൽ വയ്ക്കുക. അതിനുശേഷമായിരിക്കും പാങ്ങോട് ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കം ഉണ്ടാകുക. റോഷ്നി. ശരി, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിഷ്ഠൂരമായ കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. കൊലപാതകം നടത്തിയ പ്രതിയാണെങ്കിൽ ഒരു യുവാവ്, 23 വയസ്സുകാരൻ. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇനിയും ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, ഇതിൻ്റെ മോട്ടീവ് എന്താണ് എന്ന ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം ഇനിയും എത്തിയിട്ടില്ല. അതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.